ഹലോ ഗൈസ്, ഞാൻ ഇപ്പം നമ്മുടെ കൽക്കി 2898 AD എന്ന് പറയുന്ന നല്ല കിടിലൻ പടം കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ റൂമിലൊന്നും പോയി റിവ്യൂ ചെയ്യാനുള്ളൊരു ക്ഷമയൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ അതേ റോട്ടിൽ നിന്ന് വഴിയിൽ നിന്നുകൊണ്ട് തന്നെ റിവ്യൂ ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചു. മറ്റൊന്നുമല്ല, ഈ പടത്തിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മൾ റീജിയണൽ ഹിറ്റ്സ് കണ്ടിട്ടുണ്ട്, അതായത് അവരവരുടെ ഇൻഡസ്ട്രിയിലുള്ള ഹിറ്റുകൾ കണ്ടിട്ടുണ്ട്. അതേപോലെ നമ്മൾ പാൻ ഇന്ത്യൻ ഹിറ്റ്സ് കണ്ടിട്ടുണ്ട്, അതായത് നമ്മുടെ പ്രഭാസ് അല്ലെങ്കിൽ യാഷൊക്കെ ഉള്ളവർ അഭിനയിച്ചിരിക്കുന്ന KGF അല്ലെങ്കിൽ ബാഹുബലിയൊക്കെ പോലെ പാൻ ഇന്ത്യ ലെവലുള്ള ഹിറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു വേൾഡ് വൈഡ് ഹിറ്റ്, ഒരു എന്താ പറയുക പാൻ വേൾഡ് ഹിറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഐറ്റം എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ടെന്ന്. ബാഹുബലിയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും പക്കായിട്ട് ഇത്രയും ഹോളിവുഡ് നിലവാരത്തിലുള്ള ഒരു സിനിമ ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു പക്ഷേ ഉണ്ടായിട്ടേ ഇല്ലായിരിക്കാം. ലൈഫ് ഓഫ് പൈ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വേറെ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും കിടിലുള്ള സംഭവമാണ്. കാരണം സൈഫൈ എന്ന് പറയുന്ന ഒരു കാറ്റഗറി, അല്ലെങ്കിൽ ഫാൻറ്റസി സൈഫൈ എന്നൊക്കെ പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ കാറ്റഗറി ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ നിന്ന് അങ്ങനെ അധികം ഒരു അറ്റംപ്റ്റ് പോലും ചെയ്യാറ്. കാരണം പൊളിഞ്ഞു പോകുന്നവർക്ക് അറിയാം, പേടിയാണ്. എന്നാൽ അങ്ങനെ ഒരു സംഭവം, അതും നമ്മുടെ പ്രഭാസ്, ഓർത്തണം, മഹാഭാരതമല്ല, നമ്മുടെ എന്താ പറയുക, രാമായണം എടുത്തിട്ട് ആദിപുരുഷൻ എന്ന് പറഞ്ഞൊരു കൂറപ്പടം, കൊച്ചി TV ക്ക് പോലും വേണ്ടാത്തൊരു കൂറപ്പടം ചെയ്ത പ്രഭാസ് ആ തെറ്റ് മഹാഭാരതം നല്ല വൃത്തിക്ക് എടുത്ത്, അല്ലെ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി നല്ല വൃത്തിക്ക് എടുത്ത് കൽക്കിയിലൂടെ മറുപടി തന്നിരിക്കുകയാണ്. വേറെ ലെവൽ പടം, ഒന്നും പറയാനില്ല. അപ്പോൾ ഈ സിനിമയെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻസോടുകൂടിയാണ് എല്ലാവരും തന്നെ തിയേറ്ററിലേക്ക് ഈ സിനിമ കാണാൻ പോയത്. ഞാൻ ഒട്ടും നിരാശപ്പെട്ടിട്ടില്ല. കാരണം അത്രയും അടിപൊളിയാണ്. ഇതിൻ്റെ മേക്കിംഗ് ആയിക്കോട്ടെ, വിഷ്വൽസ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും അടിപൊളിയാണ്. ആൻഡ് ഓവറോൾ പറയാനാണെങ്കിൽ ഇത് എന്താ പറയുക, പല സിനിമകളിൽ നിന്ന് ഇൻസ്പയർഡ് ആണ്, അല്ലെങ്കിൽ പല സിനിമകളുടെ കോപ്പിയാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഡ്യൂണ്, അതേപോലെ തന്നെ എന്താ പറയുക അവഞ്ചേഴ്സ് തൊട്ട് ഡ്യൂണ് തൊട്ട് സ്പൈഡർമാൻ തൊട്ട് എന്താ പറയുക അയൺമാൻ വരെ സകലമാന സിനിമകളുടെയും കോപ്പിയാണെന്ന് അവകാശപ്പെട്ടിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ 100% ഞാൻ ഉറപ്പിച്ച് പറയാം, ഒരു സിനിമയുടെ കോപ്പിയല്ല. പക്ഷേ ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ, ആദ്യത്തെ ഒരു എന്താ പറയുക, ഒരു സൈഫൈ ആക്ഷൻ ത്രില്ലർ എന്നുള്ള സിനിമയിൽ, അല്ലെങ്കിൽ ആ ഒരു ശ്രേണിയിൽ വരുന്നൊരു പടമായതുകൊണ്ട് തന്നെ പല ഹോളിവുഡ് സിനിമകളിൽ നിന്നും ഇൻസ്പിറേഷൻ വന്നിട്ടുണ്ട്. ചില എലമെൻറ്റ്സ് അവർ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റെഫറൻസ് ഇല്ല. നമ്മൾ ഈ ഹോളിവുഡ് സിനിമകൾ കണ്ടാണ് നിലവാരം സ്റ്റാൻഡേർഡ് സെറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയുമ്പം ചില റെഫറൻസുകൾ തീർച്ചയായിട്ടും വേണ്ടി വരും. അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള ചില റെഫറൻസുകൾ അവർ എടുത്തിട്ടുണ്ട് ഇൻസ്പയർഡ് ആയിട്ട്. പക്ഷേ അതൊരിക്കലും കോപ്പിയല്ല. ഈ സിനിമ എന്ന് പറയുന്നത് ഒരു സിനിമയുമായിട്ടും ഒരു ബന്ധവുമില്ല. ഡ്യൂണിൻ്റെ ഒന്നും അയലത്തല്ല എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഡ്യൂണുമായിട്ടൊന്നും ഒരു രീതിയിലും ബന്ധമില്ലാത്തൊരു പടമാണ്. ഡ്യൂണിൻ്റെ സിമിലാരിറ്റി കൊണ്ട് തേങ്ങയുണ്ട് മാങ്ങയുണ്ടെന്ന് പറഞ്ഞാൽ ആരും ഇനി വരണ്ട. ഡ്യൂണുമായിട്ട് ഈ പടത്തിന് ഒരു ബന്ധവുമില്ല. ഇത് പ്യുവർലി ബേസ്ഡ് ഓൺ മഹാഭാരതമാണ്. മഹാഭാരതം, അതായത് ഇന്ത്യ പോലൊരു രാജ്യത്ത് ഒരു സൈഫൈ ആക്ഷൻ ത്രില്ലർ, അല്ലെങ്കിൽ ഒരു ഫാൻറ്റസി സൈഫൈ ആക്ഷൻ മൂവി എടുക്കുമ്പോഴത്തേക്കും നമ്മൾ മറ്റേ സ്പേസ് വാറും ഹോളിവുഡ് മൂവീസും ഒക്കെ കുമ്മനടിച്ച് ഏലിയൻസിനെയൊക്കെ കൊണ്ടിടാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോജിക്കും മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയിലെ ഓഡിയൻസുകൾ എത്ര വലിയ സിനിമയാണെന്ന് പറഞ്ഞാലും കൊണ പറയും, തള്ളിപ്പറയും. അതങ്ങനെയാണ് നമ്മുടെ ഒരു പ്രശ്നം, അതാണ്. എന്നാൽ ആ ഒരു സാധനത്തിനെ, ആ ഒരു പ്രശ്നത്തിനെ വളരെ വെൽ പ്ലാൻഡ് ആയിട്ട്, ടാക്റ്റിക്കലായിട്ട് അതിനെ പൊട്ടിച്ചെറിഞ്ഞിരിക്കുകയാണ് ഈ സിനിമയിലൂടെ ചെയ്തിരിക്കുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നമ്മുടെ കൾച്ചറുമായിട്ട്, നമ്മുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹിന്ദു മിത്തോളജിയുമായിട്ടും നമ്മുടെ കൾച്ചറുമായിട്ടും വളരെയധികം ചേർന്നിരിക്കുന്ന ഒരു കഥയാണ് ഇതിൽ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് മഹാഭാരതത്തെ പറ്റി അറിയാത്തവർ വളരെ കുറവായിരിക്കും ഇന്ത്യയിൽ. ഈവൻ ഹിന്ദുസിനെന്ന് മാത്രമൊന്നുമല്ല, നമ്മുടെ നാട്ടിലെ ഓരോരോ ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും വരെ അറിയാവുന്നൊരു കഥയാണ് മഹാഭാരതം. അതേപോലെ തന്നെ കുരുക്ഷേത്ര യുദ്ധം. അപ്പം ഇതുവരെ, അല്ലെങ്കിൽ കുരുക്ഷേത്ര യുദ്ധം വരെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ കഥകളിലൂടെ അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ മിത്തോളജിയിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടും പഠിച്ചിട്ടുള്ളൂ. അതേപോലെ കലിയുഗം വരും എന്ന് അതിൽ പറയുന്നുണ്ട്. ആ കലിയുഗമാണിത്, മനസ്സിലായോ? മഹാഭാരതത്തിന് ശേഷം 6000 വർഷങ്ങൾക്ക് ശേഷം, അതായത് 6000 വർഷത്തിന് ശേഷമുള്ള ഭൂമിയിൽ ഈ കലിയുഗ കാലഘട്ടമാണ്. അവിടെ ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ ശക്തിയേ ഉള്ളൂ, ഒരു എംപറർ. നമ്മളിപ്പോൾ ഈ പറയുന്ന ഫൗണ്ടേഷൻ എന്നൊക്കെ പറയുന്ന ആപ്പിളിൻ്റെ സീരീസിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ഒരു എംപററാണ്. അപ്പം അതേപോലെ കീ ആയിട്ടുള്ളൊരു വില്ലനുണ്ട്. ആ വില്ലൻ ഭൂമിയെ എല്ലാം നശിപ്പിച്ച റിസോഴ്സുകളെല്ലാം കുമ്മനടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ വരുന്ന അവതാരം, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ മഹാവിഷ്ണു എന്നൊക്കെ പറയില്ലേ, അദ്ദേഹത്തിൻ്റെയൊക്കെ ദശാവതാരങ്ങളുണ്ടല്ലോ. അതിൽ കലിയുഗത്തിലെ അവസാന അവതാരമായിട്ടുള്ള അവതാര പിറവിയുടെ ജനനവും അദ്ദേഹത്തിൻ്റെ സംരക്ഷണവുമാണ് ഈ സിനിമയുടെ ഫസ്റ്റ് പാർട്ടിലെ ഇതിവൃത്തം. അപ്പോൾ ഇതിൽ ഒരുപാട് നല്ല എലമെൻറ്റ്സ് ഉണ്ട്. ഏറ്റവും മികച്ചൊരു പെർഫോമൻസ് ആയിട്ട് പറയാനുള്ളത് തീർച്ചയായിട്ടും അമിതാഭ് ബച്ചനാണ്. സത്യം പറയാലോ, പ്രഭാസ് നല്ല റോളാണ്. പ്രഭാസ് പക്ഷേ ആസ് യൂഷ്വൽ നമ്മൾ പ്രഭാസിൻ്റെ എല്ലാ സിനിമയിലും കണ്ടിട്ടുള്ള ആ ഒരു സ്വാഗും ആക്ഷൻ സീൻസും അതേ എക്സ്പ്രഷൻസും കാര്യങ്ങളെല്ലാം ഇതിലും വന്നിട്ടുണ്ട്. എന്നാൽ നല്ല രീതിയിൽ പുള്ളി ഫൈറ്റ്സ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ കോമഡി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പ്രഭാസ് ആസ് യൂഷ്വൽ പ്രഭാസ് തന്നെയാണ്, അതിലൊരു മാറ്റമില്ല. പക്ഷേ അമിതാഭ് ബച്ചൻ, ഹീ ഈസ് ഫയർ, ലിറ്ററലി ഫയർ. അമിതാഭ് ബച്ചനാണ് ഈ സിനിമയുടെ ഏറ്റവും കിടിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. കാരണം പുള്ളിക്കാരൻ്റെ ഓരോ സീനും ഗൂസ് ബംസ് ആണ്. നമ്മുടെ ഗാൻഡോൾഫില്ലേ, ലോർഡ് ഓഫ് ദ റിങ്സിലേക്ക് ഗാൻഡോൾഫില്ലേ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലുക്കിനോട് സിമിലറാണ് ഇതിൽ അമിതാഭിൻ്റെ ലുക്ക്. അപ്പം എല്ലാവരും, ഈവൻ ഹോളിവുഡിലുള്ളവർ പോലും റിയാക്ഷൻ ചെയ്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഗാൻഡോൾഫിൻ്റെ കോപ്പി ആയിരിക്കും. അങ്ങനെയാണ് ഒരിക്കലുമല്ല, സിമിലർ ലുക്ക് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ.
ഇപ്പോൾ 6000 വർഷം അല്ലെങ്കിൽ അമരനായ അല്ലെങ്കിൽ എന്താ പറയുക ചിരഞ്ജീവിയായിട്ടുള്ളൊരു മനുഷ്യൻ, ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ, മരണമില്ലാത്തൊരു മനുഷ്യൻ, ഇത്രയും വർഷത്തിന് ശേഷം അദ്ദേഹം ക്ലീൻ ഷേവ് ചെയ്ത് വരാൻ പറ്റത്തില്ല, കുറച്ച് താടിമുടി ഉണ്ടാകും, സ്വാഭാവികമാണ്. അപ്പോൾ ആ ലുക്കേ പറ്റുള്ളൂ. അപ്പം അമിതാഭിൻ്റെ സീൻസ്, ഇത്രയും ഏജ് ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഫൈറ്റുകൾ, അദ്ദേഹത്തിൻ്റെ ആക്ഷൻ സീൻസ്, അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻ പെർഫോമൻസുകളെല്ലാം കാണുമ്പോഴത്തേക്കും ശരിക്കും നമുക്ക് ഗൂസ് ബംസ് വരും. ആസ് എൻ ഇന്ത്യൻ നമുക്ക് ഭയങ്കര നമ്മൾ പ്രൗഡായി പോകും. ആ രീതിയിലാണ് അമിതാഭിൻ്റെ പെർഫോമൻസ്. വേറെ ലെവലാണ്. പുള്ളിയുടെ ആക്ഷൻ സീൻസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കിഡിലൻ ആക്ഷൻസ് ആണ്, കിഡിലൻ ഫൈറ്റാണ്. അമിതാഭ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് പ്രഭാസിനേക്കാളും എനർജറ്റിക് ആയിട്ട് ഫൈറ്റ് ചെയ്ത അമിതാഭാണ്. എങ്ങനെ നോക്കിയാലും ഒരു 30 വയസ്സുകാരൻ അല്ലെങ്കിൽ ഒരു 20-25 വയസ്സുകാരൻ്റെ ചുറുചുറുക്കോട് കൂടിയാണ് അമിതാഭ് ഇതിൽ ഓരോ ഫൈറ്റ്സും ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. സീരിയസ്ലി എപ്പിക് മൂവിയാണ്. പിന്നെ ഇതിൻ്റെ ഗ്രാഫിക്സ് വർക്ക്, എന്താ പറയുക, VFX വർക്കിനെ പറ്റി പറയാനാണെങ്കിൽ ഇതിൽ പ്രധാനമായിട്ടും 3 വേൾഡുകളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ 3 പ്ലേസുകളാണ് ഇതിൽ അവർ ഗ്രാഫിക്സിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 3 വേൾഡുകളാണ്. ഒന്ന് കാശി, അതേപോലെ ശംബാല എന്ന് പറയുന്നൊരു വേൾഡ്, പിന്നെ നമ്മുടെ എംപറർ താമസിക്കുന്ന ഭൂമിയിൽ നിന്നും അത് ഉയരത്തിൽ കെട്ടിപ്പടുത്തിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ആ ഒരു സ്ട്രക്ചറിലാണ് എംപറർ താമസിക്കുന്നത്. ഓക്കെ, അപ്പം ഈ എംപറർ ഉള്ള ആ ഒരു സ്ട്രക്ചറുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ ഒരു വേൾഡ്, അതേപോലെ കാശി എന്ന് പറയുന്ന മറ്റൊരു വേൾഡ്, ആൻഡ് ശംബാല എന്ന് പറയുന്ന 3ാമത്തെ വേൾഡ്. ഇങ്ങനെ 3 വേൾഡ് ഇവർ VFXൽ ഗ്രാഫിക്സിൽ അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നും മറ്റൊന്നുമായിട്ട് സാമ്യമില്ല. എല്ലാം എപ്പിക്കാണ്, എല്ലാം സ്പെഷ്യലാണ്. നമ്മൾ ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഹോളിവുഡ് നിലവാരത്തിലുള്ള ഗ്രാഫിക്സുകൾ, VFX വർക്കുകളാണ് ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അല്ലാണ്ട് ആദിപുരുഷൻ പോലെ തട്ടിക്കൂട്ടൊന്നുമല്ല. ഒരു സിനിമയുടെയും എന്താ പറയുക കോപ്പി എന്ന് പറയാൻ പറ്റത്തില്ല. ചില കോപ്പി വർത്തമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇൻസ്പയർഡ് എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും എൻറ്റയർലി ന്യൂ ആണ്. കാരണം കാശിയൊന്നും ഒരിക്കലും ഒരു ഹോളിവുഡ് സിനിമയിൽ അടിച്ചു മാറ്റാൻ പറ്റുന്നില്ല. കാശി നമ്മുടെയാണ്, ശംബാല നമ്മുടെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വെൽ പ്ലാൻഡ് ആയിട്ട്, വെൽ എക്സിക്യൂട്ടഡ് ആയിട്ട് ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. സംഭവം പൊളി എന്ന് പറഞ്ഞാൽ പൊളി. എന്താ പറയുക, VFX വർക്കുകൾ പൊളി, ഫൈറ്റ് സീൻസ് ആണ് പൊളി. ഈവൻ എന്താ പറയുക, ആ വേൾഡുകൾ മാത്രമല്ല, അതിലുള്ള ഓരോ സാധനങ്ങളും. ഇപ്പോൾ ബുജ്ജി എന്ന് പറയുന്നൊരു വെഹിക്കിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ബുജ്ജി മാത്രമൊന്നുമല്ല, ബുജ്ജി പിന്നെയും കുറേയൊക്കെ വെൽ മെയ്ഡാണ്. അതൊരു പ്രോപ്പർ വെഹിക്കിൾ മഹീന്ദ്രക്കാർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്. എന്നാൽ അതേസമയം എൻറ്റയർലി ഗ്രാഫിക്സിൽ തന്നെ, VFXൽ തന്നെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മെയ്ഡ് ചെയ്തിട്ടുള്ള ഒരുപാട് വെഹിക്കിൾസ് ഇതിലുണ്ട്. അതായത് അൾട്രാ മോഡേൺ ആയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വെഹിക്കിൾസ് ഇതിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഗൂസ് ബംസ് വരും. ആൻഡ് ഇതിൽ ഒരുപാട് സ്റ്റാർസ് ഉണ്ട്. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ സ്റ്റാർസ് മലയാളത്തിൽ നിന്നായിരിക്കും. വേഫെയറർ ഫിലിംസ് ആണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരുപക്ഷെ എല്ലാവർക്കും തന്നെ DQ ഇതിലുണ്ടാകുന്നൊരു സൂചന ഉണ്ടായിരുന്നു. സ്പോയിലർ അലേർട്ട് എന്ന് പറയാൻ പറ്റില്ല, കാരണം എല്ലാവർക്കും അറിയാം DQ ഇതിലുണ്ടെന്നുള്ളത്. അപ്പം അത് ഞാനിവിടെ പൊട്ടിക്കുകയാണ്. DQ ഇതിലുണ്ട്. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല ആൾക്കാരും ഇതിൽ വരുന്നുണ്ട്, പല ആക്ടേഴ്സും ഇതിൽ വരുന്നുണ്ട്. അത് ഞാനവിടെ പറയുന്നില്ല, കാരണം നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത, കാസ്റ്റ് ആൻഡ് ക്രൂവിലൊന്നും പുറത്ത് വന്നിട്ടില്ലാത്ത, വളരെ എന്താ പറയുക, നമുക്ക് ഒരു രീതിയിൽ ഊഹിച്ചെടുക്കാൻ പോലും കഴിയാത്ത ആക്ടേഴ്സ് വളരെ സർപ്രൈസിംഗ് ആയിട്ട് ഈ സിനിമയിലേക്ക് കയറി വന്ന ഈ സിനിമയുടെ ഗതി തന്നെ മാറ്റിമറിച്ച് നമുക്ക് ഗൂസ് ബംസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക, തുടക്കം തൊട്ട് അവസാനം വരെ ഈ സിനിമ വളരെ എൻഗേജിംഗ് ആണ്, എൻ്റർടൈനിങ് ആണ്. ലാഗ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവിടെ ഇവിടെ ചെറിയ ചെറിയ എലമെൻറ്റ്സ് ഉണ്ടെന്ന് ഒഴിച്ച് ചേർത്ത് കഴിഞ്ഞാൽ പട്ടം ഓവറോൾ വേറെ ലെവലാണ്. ഇതിൽ കുറ്റം പറയാനൊന്നുമില്ല, കാരണം ഇതൊരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഒരു ഹോളിവുഡ് നിലവാരത്തിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതിൽ നോ ഡൗട്ട്, നിസ്സംശയം പറയാൻ പറ്റും. അതേപോലെ മഹാഭാരതം എന്നൊരു കഥയെ, നമ്മളെ ഇത്രയും നമ്മളിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കഥയെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട്, അതിൻ്റെ ബാക്കി പത്രമായിട്ടല്ല, ഇതിൻ്റെ ബാക്കിയായിട്ട് തുടർച്ചയായിട്ടുള്ള ഒരു സ്റ്റോറി വെൽ മെയ്ഡായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലാവും. ഇപ്പോൾ ഒരു ഫോറിനർ ഇത് കാണുമ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മഹാഭാരതത്തിൻ്റെ ചരിത്രം അറിയത്തില്ലെങ്കിൽ ഇവർ ഈ കാണിക്കുന്ന ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ചിലപ്പം എന്താണ് ഇതിന് മുന്നേ ഉള്ള കഥാകാര്യങ്ങളിൽ കണക്റ്റഡ് ആവാൻ ഒരു ചെറിയ ബുദ്ധിമുട്ട് വരാം. എന്നാൽ ഓവറോൾ പടം കണ്ടിരിക്കുമ്പോഴത്തേക്കും ഏതൊരാൾക്കും ഇത് ഇഷ്ടപ്പെടും. അത്രയും ഗ്രാൻഡ് ആൻഡ് എപ്പിക്കാണ്. പിന്നെ തീർച്ചയായിട്ടും ഈ പടം കാണുന്നൊരു വ്യക്തി, അതറിയാത്ത വ്യക്തിയാണെങ്കിൽ പോലും ക്യൂരിയോസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ തലയ്ക്ക് ബോധം വിവരമുള്ളവരാണ്, അതിന് മുന്നേ തന്നെ ഇതിൻ്റെ ബാക്കി അല്ലെങ്കിൽ ഇതിന് മുന്നത്തെ കാര്യം ഫ്ലാഷ് ബാക്ക് ഒന്ന് അറിയാൻ ശ്രമിക്കും, മഹാഭാരതത്തിനെക്കുറിച്ചൊന്ന് അറിയാൻ ശ്രമിക്കും. പടത്തിന് മുൻപായിക്കോട്ടെ ശേഷമായിക്കോട്ടെ തീർച്ചയായിട്ടും അറിയാൻ ശ്രമിക്കും, കാരണം എങ്കിലും ഇത് കുറച്ചുകൂടി കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ. അതുപോലെ നമ്മുടെ കമൽ ചെയ്തിരിക്കുന്ന വില്ലൻ റോൾ, കമൽഹാസനാണ് വില്ലൻ എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ കമൽഹാസൻ്റെ വില്ലൻ റോൾ വളരെ എപ്പിക്കാണ്. പക്ഷെ അത് നമുക്ക് 2ാം ഭാഗത്തിലായിരിക്കും കാണാൻ കഴിയുന്നത്. 2ാം ഭാഗം തീർച്ചയായിട്ടും ഉണ്ട്. ഈ 2ാം ഭാഗത്തിലേക്ക് വരുമ്പം പ്രഭാസിൻ്റെയും കമലിൻ്റെയും അതേപോലെ അമിതാഭിൻ്റെ അഴിഞ്ഞാട്ടമായിരിക്കും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു കമൽ ആൻഡ് അമിതാഭ് തമ്മിലൊരു കോമ്പറ്റീഷൻ വന്നാലും പ്രഭാസിനെ അവസാന എന്താ പറയുക സിനിമയുടെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പം പ്രഭാസിനെ ഒരു നോർമൽ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സാധാരണ പ്രഭാസ് എന്നുള്ള നിലയിൽ നിന്നും അദ്ദേഹത്തെ കുറച്ചുകൂടെ ഉയർത്തി സൂപ്പർ ഹ്യൂമൻ പവേഴ്സൊക്കെ കൊടുത്ത് ഭയങ്കര സംഭവം എന്നുള്ള രീതിയിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും അമിതാഭ് അവിടെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പ്രഭാസിനെ നോക്കാൻ കഴിയുന്നില്ല, പ്രഭാസിനെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, കാരണം അത്രയും പക്കാണ് അമിതാഭ്. പ്രഭാസ് അതിൽ ബുജ്ജി എന്ന് പറയുന്ന ആ ഒരു വലിയൊരു മെഷീനറി ആയിട്ട് AI പവേർഡ് ആയിട്ടുള്ള ഒരു മെഷീനറി ആയിട്ട് സിംഗിൾ ഹാൻഡഡ് ആയിട്ടുള്ള അമിതാഭിനെ, അല്ലെങ്കിൽ എന്താ പറയുക വിത്തൗട്ട് വെപ്പൺസ് പോലും ഇല്ലാണ്ടുള്ള അമിതാഭിനെ ഫൈറ്റ് ചെയ്യണം. അമിതാഭ് അത്രയും എപ്പിക്കാണ്. അദ്ദേഹം അശ്വത്ഥാമാവ് എന്ന് പറയുന്ന എന്താ പറയുക അമരനായ ചിരഞ്ജീവിയായിട്ടുള്ള ഇൻക്രെഡിബിൾ സ്ട്രെങ്ത്തുള്ള മരണമില്ലാത്ത
ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അത്രയും സൂപ്പർ ഹ്യൂമൻ എബിലിറ്റി ഉള്ള ഒരാളാണ് അശ്വത്ഥാമാവ്. അതേപോലെ ഇതിൽ വേറെ പല കഥാപാത്രങ്ങളും വരുന്നുണ്ട്. നമ്മുടെ കർണൻ്റെ സാന്നിധ്യം ഇതിലുണ്ട്, കൃഷ്ണൻ്റെ ഒക്കെ സാന്നിധ്യം ഇതിലുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ റോളൊക്കെ ചെയ്തിരിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലിറ്ററലി ഗൂസംസ് അത്രയും പക്കായിട്ടാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ ചില സീൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കർണൻ ഇതിൽ വളരെ കീ ഫാക്ടറാണ്. അപ്പോൾ കർണനെ പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കർണൻ ആരാണെന്നും എന്താണെന്ന് മനസ്സിലാവും. അതേപോലെ തന്നെ നമ്മുടെ അർജുനൻ വേറെ ലെവലാണ്. അർജുനനെ ചെയ്തു വെച്ചിരിക്കുന്ന ആളും ഒന്നും പറയാനില്ല. അതും നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് മനസ്സിലാക്കുക. അത്ര എപ്പിക്കായിട്ടുള്ള സംഭവമാണ് ഇവർ രണ്ടുപേരും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഈ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് കില്ലർ ആണ്. ഗ്രാഫിക്സ് വൈസ് ആയിക്കോട്ടെ, മേക്കിംഗ് വൈസ് ആയിക്കോട്ടെ, എക്സിക്യൂഷൻ വൈസ് ആയിക്കോട്ടെ, എഡിറ്റിംഗ് വൈസ് ആയിക്കോട്ടെ, ഏത് രീതി, ഈവൻ ഫൈറ്റ് ആയിക്കോട്ടെ, കാസ്റ്റിംഗ് ആയിക്കോട്ടെ, ശോഭനയൊക്കെ വണ്ടർഫുൾ ജോബാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അനാബൻ അടിപൊളി ജോബാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഡിക്യുവിൻ്റെ റോൾ അസാധ്യമാണ്. കുറച്ച് നേരത്തേക്ക് ഉള്ളെങ്കിൽ പോലും ഡിക്യുവിൻ്റെ ആ റോള് തിയേറ്ററിനെ ഇളക്കി മറിച്ചു. അത്രയും കിടുമായിരുന്നു. അത്രയും സ്ക്രീൻ പ്രസൻസ് ആണോ ഡിക്യു വന്നപ്പോൾ ഭയങ്കര നമ്മൾ ആസ് എ മലയാളി നമുക്ക് അഭിമാനമുണ്ടായ ഒരു നിമിഷമാണ് ഡിക്യോടെ വന്നത്. അപ്പം അതേപോലെ ആസ് എൻ ഇന്ത്യൻ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം ഉണ്ടാകുന്ന നിമിഷമാണ് ഈ ഒരു സിനിമ ഇത്രയും വേൾഡ് വൈഡ് ഹിറ്റാകാൻ പോകുന്നത്, അല്ലെങ്കിൽ ഹിറ്റായതിൽ. അപ്പം നമ്മൾ പലതരത്തിലുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട്. ഇപ്പം മിക്ക സിനിമകളും 100 കോടി കയറാറുണ്ട് ഇല്ലേ. ഒരുമാതിരിപ്പെട്ട നല്ല സിനിമകളെല്ലാം ഇപ്പോൾ 100 കോടി കയറുന്ന, എസ്പെഷ്യലി മലയാളത്തിൽ 100 കോടി കയറാറുണ്ട്. അതേപോലെ സ്റ്റാർ വാല്യുള്ള നടന്മാരുടെ പല പടങ്ങളും തിയേറ്ററിൽ കളിച്ച് ചിലപ്പോൾ 10 ദിവസമോ അല്ലെങ്കിൽ 20 ദിവസമോ ഒക്കെ കൊണ്ട് 100 കോടി ക്ലബ്ബിലൊക്കെ കയറാറുണ്ട്. എന്നാൽ റിലീസിന് മുന്നേ തന്നെ, തിയേറ്ററിൽ പടം എത്തുന്നതിന് മുന്നേ തന്നെ പ്രീ റിലീസ് കൊണ്ട് ഒരു സിനിമ 100 കോടി കയറ്റിക്കണമെങ്കിൽ സിംപ്ലി പ്രഭാസിനെ കൊണ്ട് പറ്റൂ. പിന്നെ ആരെങ്കിലെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നിയാൽ മേ ബി അത് യാഷായിരിക്കാം. അതല്ലാണ്ട് പ്രഭാസിനെ കൊണ്ട് മാത്രമേ പറ്റൂ. അത്രയും സ്റ്റാർ വാല്യൂ ഉള്ള ക്രൗഡ് പുള്ളറാണ് പ്രഭാസ്. 10 പടം അടുപ്പിച്ച് പൊട്ടിയാലും 11ാമത്തെ പടത്തിലും ഞാൻ തിരുമ്പി വെറുതെ എന്നുള്ള രീതിയിൽ മാസ് കാണിച്ചിട്ട് പ്രഭാസ് വന്നിരിക്കുകയാണ്. സോ കുറ്റം പറയാനൊന്നുമില്ല. പുള്ളി ചുമ്മാ നൈസ് വർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അമിതാഭിൻ്റെ ആ ഒരു എനർജിയും അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസും എല്ലാം കൊണ്ട് സിനിമ അമിതാഭ് അങ്ങ് കയ്യിലെടുത്തു. കാരണം പ്രഭാസിനെ അമിതാഭുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രഭാസ് വളരെ ചെറുതാണ്. പുള്ളി അതിലില്ല എന്ന് നമുക്ക് തോന്നും. അത്രയും പക്കാണ് അമിതാഭ് ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് മസ്റ്റ് വാച്ചാണിത്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഉറപ്പായിട്ടും കാണുക. നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യത്തില്ല. അത്രയും അടിപൊളി പടമാണ്. ഇന്ത്യൻ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ബെസ്റ്റ് മൂവി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞാൻ പറയുന്നത് സ്റ്റോറിയുടെ ബേസിൽ മാത്രമല്ല, ക്രാഫ്റ്റ്മാൻഷിപ്പ്, മേക്കിംഗ് അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ പലതരത്തിലുള്ള മൂവി വന്നിട്ടുണ്ടെങ്കിലും നമ്മളെ ഹോളിവുഡ് നിലവാരത്തിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് ഹോളിവുഡിൽ റെക്കഗ്നിഷൻ കിട്ടിയ പടങ്ങൾ എന്ന് പറയുന്നത് ലൈഫ് ഓഫ് പൈയും അതേപോലെ സ്ലംഡോഗ് മില്യനെയറും അങ്ങനെ വളരെ ചുരുക്കം പടങ്ങൾ, ലഗാനൊക്കെ പോലെ വളരെ ചുരുക്കം പടങ്ങൾ മാത്രമാണ്. പക്ഷേ അതൊക്കെ എന്ന് പറയുമ്പോൾ, ലൈഫ് ഓഫ് പൈ എന്ന് പറയുമ്പോൾ ഒരുപാട് ഹോളിവുഡ് എന്താ പറയുക ആർട്ടിസ്റ്റുകൾ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പാർഷ്യലി അതൊരു ഹോളിവുഡ് ഫിലിമാണെന്ന് വേണമെങ്കിലും പറയാം. ഇന്ത്യൻ ആക്ടേഴ്സും ഇന്ത്യൻ മേക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും. പക്ഷേ പ്യുവർലി ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ നിന്നും ഇതിലും ഹോളിവുഡായിട്ടുള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിന്നും അല്ലെ പല രാജ്യത്തു നിന്നുള്ള ടെക്നീഷ്യൻസ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എങ്കിൽ പോലും പ്യുവർലി ഒരു ഇന്ത്യൻ കഥ, ഇന്ത്യൻ മിത്തോളജി, നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ സ്റ്റോറിനെ എടുത്ത് ഡെവലപ്പ് ചെയ്ത് ഈ രീതിയിലേക്ക് പുഷ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോറി ഇന്ത്യയിൽ നിന്ന് വേറെ വന്നിട്ടില്ല. മഹാഭാരതം പോലെ എപ്പിക്കായിട്ടുള്ള സ്റ്റോറിനെ കിടിലോക്കിടലായിട്ട് ഏതൊരു രാജ്യക്കാരനും ലാംഗ്വേജ് ഇല്ലാതെ, ഭാഷയില്ലാതെ, അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ സാമ്യങ്ങളില്ലാതെ, രാജ്യത്തിന് അതിർവരമ്പുകളില്ലാതെ ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനും ഗൂസ് ബംസ് അടിക്കാനും പറ്റിയ രീതിയിലാണ് ഈ സിനിമ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവും. സോ ഡെഫിനറ്റ്ലി മസ്റ്റ് വാച്ച്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. കൽക്കി 2898 AD കില്ലർ ആൻഡ് എപ്പിക്. സെക്കൻഡ് പാർട്ടിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ഇതിൻ്റെ എൻഡ് പഞ്ചൊക്കെ അല്ലെങ്കിൽ എൻഡ് സീക്വൻസൊക്കെ നമ്മളെ അടുത്ത ഭാഗത്തിന് വേണ്ടിയിട്ട് അതുപോലെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന, ഈഗറായിട്ട് വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. സംഭവം കില്ലർ. സോ എല്ലാവരും പോയി കാണുക. ബൈ.